ഞാൻ CP ഷമീർ, കൊടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് 16-ാം വാർഡിൽ നിന്നും ജനകീയ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ ഇലക്ഷൻ പ്രചാരണങ്ങൾ എവിടെ എത്തി? ഇലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞാൽ ഏകദേശം 1500ഓളം വോട്ടർമാരുള്ള 16-ാം വാർഡിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടത് വലത് മുന്നണികളുടെ സഹായത്തോടെ ഒരു സാമ്പാർ മുന്നണിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശയിലാണ്. യാതൊരുവിധ വികസനവും കൊണ്ടുവരാൻ കഴിയാതെ നിരാശയിലാണ് നിലവിലുള്ള വാർഡ് മെമ്പർമാരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാരുമായിട്ട് സമീപിക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടെ വയോധികരായ മുഴുവൻ ആളുകളും നമുക്ക് കൃത്യമായിട്ട് പിന്തുണ തന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുമ്പോൾ വിജയം വളരെ പ്രതീക്ഷയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെ 100% വിജയസാധ്യതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസാന സമയവും കൃത്യമായിട്ട് ഇവിടെ വിജയിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് ഇലക്ഷൻ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ജനങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് പരാതികൾ ലഭിച്ചത്? അടിസ്ഥാനപരമായിട്ട് ഈ വാർഡിൽ കൂടുതലായിട്ട് ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിലവിൽ കുടിവെള്ളം ഒരു പ്രശ്നമാണ്. അതേപോലെ റോഡുകൾ, തേലീരി കുന്നുമ്മൽ അക്കരപറമ്പ് റോഡ് കഴിഞ്ഞ 5 വർഷമായിട്ട് യാതൊരുവിധ പ്രവർത്തനവും അവിടെ നടന്നിട്ടില്ല. കണ്ടങ്ങൽ അയ്യപ്പൻ കുന്ന് റോഡ്, അതേപോലെ നിരവധി റോഡുകൾ ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലാണ് നിലവിലുള്ള സാഹചര്യമുള്ളത്. അതേപോലെ വിധവകളായിട്ടുള്ള ആശ്രയമായിട്ട് ആരുമില്ലാത്ത ഒരുപാട് ആളുകൾ തൊഴിലില്ലാതെ അന്നന്നത്തെ ഉപജീവന മാർഗമില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന നിരവധി ആളുകളാണ് ഈ വാർഡിലുള്ളത്. വിദ്യാർത്ഥികൾ കളിക്കാനൊരു കളിസ്ഥലമല്ല. അതേപോലെ പ്രധാനപ്പെട്ട ചുള്ളിക്കാപ്പറമ്പ് അങ്ങാടിയിലൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല, ഒരു പൊതു ശൗചാലയമില്ല. അങ്ങനെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വാർഡിന് ആവശ്യമുള്ള ഒരു സംഗതികൾ നിലവിലുള്ള വാർഡ് അല്ലെങ്കിൽ 2 മുന്നണികൾക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വികസന പദ്ധതികളാണ് ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്? കൃത്യമായിട്ട് നമ്മളെ വാർഡിൽ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കുടിവെള്ളം തന്നെയാണ്. നിലവിൽ 200ഓളം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഭരണസമിതി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും 60 ലക്ഷത്തിൽ പരം രൂപ മുടക്കിക്കൊണ്ട് പുറമണ്ണൂർ കുടിവെള്ള പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചെങ്കിലും കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യാൻ നിലവിലുള്ള ഭരണസമിതി കഴിഞ്ഞിട്ടില്ല. ആ വെള്ളം തന്നെ വിതരണം ചെയ്യുന്ന വെള്ളം തന്നെ അത് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശുദ്ധജലമായിട്ട് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യവുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ പുറമണ്ണൂർ കുടിവെള്ള പദ്ധതി കൃത്യമായിട്ട് മുഴുവൻ വാർഡിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്നതാണ് ഒന്നാമതായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമതായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിദ്യാർത്ഥികളും ധാരാളം ചുള്ളിക്കാപ്പറമ്പ് അങ്ങാടിയിൽ വിദ്യാർത്ഥികളും യാത്രക്കാരും ഉൾപ്പെടെ ധാരാളം ആളുകൾ കാത്തിരിക്കുന്ന അങ്ങാടിയിലൊരു പൊതു ശൗചാലയം നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതുണ്ട്. നിലവിലുള്ള ഒരു ഫിഷ് മാർക്കറ്റുകളില്ല. കൊട്ടിക്കലാശം ഇന്ന് അവസാനിച്ച സ്ഥിതിക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങൾ എന്താണ്? കൊട്ടിക്കലാശം അവസാനിപ്പിക്കും കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ കൊട്ടിക്കലാശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള ഇവിടെ കഴിഞ്ഞ
5 വർഷത്തിലൊക്കെ ഉള്ള ആളുകൾ, ഇടത് വലത് മുന്നണിയിലുള്ള ആളുകളൊന്നും കൊട്ടിക്കലാശത്തിനോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിലവിലുള്ള മുന്നണികളുമായിട്ട് പുറംതിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ ഇന്ന് വരെ ഇരു മുന്നണിയിൽ നിന്നുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇരു മുന്നണികളും സ്ഥാനാർത്ഥിയായ ഉടനെ എന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത്തരത്തിലുള്ള ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ആശ്രയിക്കുന്നത് 1500ഓളം വോട്ടർമാരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. വോട്ടർമാരെ സംബന്ധിച്ച് വോട്ടർമാർ കൃത്യമായിട്ടുള്ള പിന്തുണയും സപ്പോർട്ടുമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണികളെ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. മുന്നണികളുടെ അല്ലെങ്കിൽ മുന്നണികളുമായിട്ടുള്ള ഒരു പ്രതിസന്ധി നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളെ വോട്ടർമാർ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്നും കൊട്ടിക്കലാശം അവസാനിച്ച സ്ഥിതിക്ക് നാളെ ഇനി നിശബ്ദ പ്രചാരണത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? എന്താണ്? തീർച്ചയായിട്ടും നിശബ്ദ പ്രചാരണത്തിൽ സജീവം അല്ല, കൃത്യമായിട്ട് മുഴുവൻ വോട്ടർമാരുമായിട്ട് വീണ്ടും സംവദിച്ചുകൊണ്ട് വോട്ട് ഉറപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തുന്നത് വരെ മുഴുവൻ വോട്ടർമാരുമായിട്ട് സംവദിക്കുകയും നമ്മുടെ വാർഡിൻ്റെ പുരോഗതികളെയും വികസനത്തെയും കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെയാണ് തീരുമാനം.